പൊതുവെ സൂപ്പർ ഹീറോ സിനിമകൾക്ക് അത്ര രാശി പോരാ. ഇന്ത്യയിൽ സൂപ്പർ ഹീറോ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് പലതും കെട്ടിച്ചമച്ച് വെക്കുന്നതെല്ലാം സിനിമ റിലീസായതിനു ശേഷം ട്രോളുകൾ ഏറ്റുവാങ്ങുകയാണ് പതിവ്. എന്നാൽ മലയാളത്തിൽ ബേസിൽ ജോസഫിന്റെ സംവിധാന മികവിൽ വളരെ ചെറിയ ബജറ്റിൽ മിന്നൽ മുരളി എന്നൊരു സിനിമ റിലീസായപ്പോൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പക്ഷേ അങ്ങനെ സ്വീകരിക്കാൻ അവർക്ക് തിയേറ്ററിൽ പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ചിത്രം OTT റിലീസായിരുന്നു എങ്കിലും ഇന്ത്യയൊട്ടാകെ ചിത്രം ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ മലയാളത്തിൽ നിന്നിപ്പോൾ രണ്ടാമത്തെ ഒരു സൂപ്പർ ഹീറോ, ഒരു സൂപ്പർ വുമൺ സിനിമ ലോക ചാപ്റ്റർ 1 ചന്ദ്ര, കല്യാണി പ്രിയദർശനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ ഈ സിനിമ ഇപ്പോൾ കേരളത്തിലെന്നല്ല ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. ലോകത്തിൽ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ സിനിമ. കാരണം സിനിമ അത്രമാത്രം വിജയം നേടുന്നു, അത്രമാത്രം വലിയ കളക്ഷൻ നേടുന്നു. ഒരു നായിക പ്രാധാന്യമുള്ള ചിത്രം ഇത്ര വലിയ കളക്ഷൻ നേടുന്നത് കണ്ട് മലയാളികൾ അന്തം വിട്ടു നിൽക്കുകയാണ്. സൂപ്പർ താരങ്ങൾക്ക് മാത്രം സാധിച്ചിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ വളരെ നൈസായി വന്ന് നമ്മുടെ കല്യാണി പ്രിയദർശൻ അടിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ മലയാളത്തിന് പുറത്തുള്ള മറ്റു ഭാഷക്കാർ, പ്രത്യേകിച്ച് അവരുടെ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ പുകഴ്ത്തുകയും ചിലർ ഒരല്പം അസൂയ കലർന്ന വാക്കുകളിൽ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബോളിവുഡിലെ ചില പ്രമുഖ നടിമാർ സിനിമയെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് മറ്റു ഭാഷകളിൽ ഇത്തരത്തിൽ സാങ്കേതിക മികവുള്ള സൂപ്പർ ഹീറോ സിനിമകൾ ഇറങ്ങാത്തത്? അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബഡ്ജറ്റിനെ നീതീകരിക്കുന്ന രീതിയിൽ ഒരു സിനിമ അവിടെ ഇറങ്ങാത്തത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സൂപ്പർ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം തന്നെയാണ് കാരണം. 600 കോടി ബഡ്ജറ്റ് ഇട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ ഏകദേശം 250-300 കോടിയോളം രൂപ ഈ താരങ്ങളുടെ പോക്കറ്റിലേക്കാണ് പോണത്. ബാക്കി ഒരു 200-250 കോടിക്കാണ് പിന്നെ സിനിമ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 500 കോടിയുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് 200 കോടിയോ 150 കോടിയുടെയോ സിനിമയാണെന്ന് പറയുന്നതാകും ഉചിതം. എന്നാൽ മലയാളത്തിൽ വെറും 30 കോടി സിനിമ കൊണ്ട്, വെറും 30 കോടി രൂപ കൊണ്ട് ലോക പോലുള്ള ഒരു വേൾഡ് ക്ലാസ് സൂപ്പർ ഹീറോ സിനിമ ഇറങ്ങി എന്ന് പറയുമ്പോൾ അത് മലയാളം ഇൻഡസ്ട്രിയുടെ കഴിവാണ്. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ട കഴിവാണത്. മലയാളത്തിൽ അനവധി പ്രതിഭാധനരായ ഫിലിം മേക്കേഴ്സ് ഉണ്ട്. പലരും അവരുടെ കഴിവുകൾ പുറത്തെടുത്താൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രി ആവാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ കൊച്ചു മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് മനസ്സിലാക്കണം. മലയാളികൾ ഇന്ത്യയിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളികളെ ഉദ്ദേശിച്ചിറക്കുന്ന സിനിമകളൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ബഡ്ജറ്റ് ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഇൻഡസ്ട്രി ചെറുതാണ് എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രി എത്രത്തോളം വലുതാകാനും വികസിക്കാനും സാധിക്കുന്നു എന്ന് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ വിജയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ലോക പോലുള്ള 30 കോടി ബഡ്ജറ്റ്, ഒരു 30 കോടി എന്ന് പറയുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും മറ്റു ഭാഷകളെ സംബന്ധിച്ച് 30 കോടി എന്ന് പറയുമ്പോൾ ആ ഭാഷയിൽ ഇറങ്ങുന്ന ഏറ്റവും ലോ ബഡ്ജറ്റ്, ഒരുപക്ഷെ അവിടെ ഇറങ്ങുന്ന ഏറ്റവും ലോ ബഡ്ജറ്റായ സിനിമ പോലും 50 കോടിക്ക് മുകളിൽ പോകാറുണ്ട് ബഡ്ജറ്റ്. അപ്പോൾ ഈ 30 കോടി ഇട്ട് ചെയ്യുന്ന ലോക പോലുള്ള സിനിമകൾ കാണുന്ന പ്രേക്ഷകർ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന പ്രതീതിയിലാണ്. ഇതിനപ്പുറം എന്ത് അഭിപ്രായമാണ് ആ സിനിമയ്ക്ക് വേണ്ടത്? അവർ ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. കേരളത്തിന് പുറത്ത് മികച്ച സ്വീകാര്യതയാണ് ലോകയ്ക്ക് ലഭിക്കുന്നത്. മാവീരൻ എന്നൊരു സിനിമ കുറച്ചു കാലം മുമ്പ് തമിഴിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ശിവകാർത്തികേയൻ നായകനായ മാവീരൻ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ സിനിമ അർഹിച്ച വിജയം നേടിയില്ല. തമിഴിൽ മാവീരൻ എന്ന സിനിമ വളരെ പ്രതീക്ഷയോടുകൂടി പുറത്തിറക്കിയ മാവീരനെ തമിഴ് പ്രേക്ഷകർ തഴഞ്ഞു. എന്നിട്ടിപ്പോൾ ആ തമിഴ് പ്രേക്ഷകർ നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശിവകാർത്തികേയൻ്റെയും മാവീരൻ്റെയും ഒക്കെ ആരാധകർ ഭയങ്കരമായ വിമർശനമാണ് ഉയർത്തുന്നത്. അവർ പറയുന്നത് തമിഴിൽ വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ ഇറങ്ങുമ്പോൾ അവഗണിക്കുകയാണെന്നും, എന്നാൽ അതൊക്കെ മലയാളത്തിൽ ഇറങ്ങിയാൽ ആഘോഷിക്കുകയാണെന്നുമാണ് അവർ പറയുന്നത്. ഇപ്പോൾ എല്ലാ ഭാഷക്കാരുടെയും ഒരു പ്രത്യേകതയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ രജനീകാന്ത് തമിഴിൽ കാണിക്കുന്ന ചില വേലത്തരങ്ങൾ കാണുമ്പോൾ നമ്മൾ പരിഹസിക്കാറുണ്ട്. പക്ഷേ രജനീകാന്തിൻ്റെ സിനിമകൾ പലതും, അത്തരത്തിലുള്ള സിനിമകൾ പലതും മലയാളത്തിൽ വലിയ വിജയം നേടിയിട്ടുണ്ട്. അതുപോലെ വിജയുടെ സിനിമ കേരളത്തിൽ വലിയ വിജയം നേടിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഏതെങ്കിലും ഒരു നടനെ വെച്ചുകൊണ്ട്, ഒരു പൃഥ്വിരാജിനെയോ മോഹൻലാലിനെയോ മമ്മൂട്ടിയോ ടൊവിനെയോ ഒക്കെ വെച്ചുകൊണ്ട് വിജയുടെ ഒരു സിനിമ പോലത്തെ ഒരു സിനിമ നമ്മൾ മലയാളത്തിൽ ഇറക്കിയാൽ ഏറ്റെടുക്കുമോ? ഇല്ല.
നിഷ്കരണം പ്രേക്ഷകർ അതിനെ തള്ളിക്കളയും. അതെന്താണെന്ന് വെച്ചാൽ ഓരോ ഭാഷയ്ക്കും അവർ ഓരോന്ന് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടി ചേരുന്നതാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വിജയ് എന്ത് കാണിച്ചാലും അവർ അത് കണ്ടുകൊണ്ടിരിക്കും. വിജയ് കാണിക്കുന്നത് വിജയ്ക്ക് മാത്രം വിജയ് കാണിച്ചാൽ മതി, രജനീകാന്ത് കാണിക്കുന്നത് രജനീകാന്ത് കാണിച്ചാൽ മതി, നമ്മുടെ ഭാഷയിലെ നടന്മാർ കാണിച്ചാൽ അത് ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് മലയാളികളുടെ ഒരു നയം. എന്നാൽ ഇത്തരത്തിലുള്ള ചില സൂപ്പർ ഹീറോ സിനിമകൾ മലയാളത്തിൽ വളരെ സംശയം, അതായത് പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുമോ എന്ന സംശയത്തോടെയാണ് ഇതൊക്കെ റിലീസ് ചെയ്തത്. പക്ഷേ മലയാളികളുടെ ആസ്വാദന മനോഭാവം, അതുകൊണ്ടാണ് ഇപ്പോൾ തമിഴ് പ്രേക്ഷകർ പറയുന്നത്, മലയാളത്തിൽ വന്നാൽ ആഹാ എന്ന് പറയുന്ന പല തമിഴ് പ്രേക്ഷകരും തമിഴിൽ ഇത് ഇറങ്ങിയാൽ ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിക്കുകയാണെന്നാണ് മാവീരൻ്റെ ഈ ആരാധകർ പറയുന്നത്. ചിലർ പറയുന്നത് ഈ മാവീരൻ ലോകയേക്കാൾ മികച്ച സിനിമയാണെന്നാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലൊക്കെ ചിന്തിക്കുന്നത് വളരെ കടന്ന കൈയാണ്. മാവീരൻ അത്രയ്ക്കങ്ങോട്ട് ലോകയേക്കാൾ മികച്ച സിനിമയാണെന്നൊന്നും തോന്നുന്നില്ല. മാവീരൻ അനീതിക്കെതിരെ പോരാടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ മലയാളി പ്രേക്ഷകരും ഈ മാവീരൻ്റെ ഫാൻസൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മലയാളി പ്രേക്ഷകരും രംഗത്ത് വന്നിട്ടുണ്ട്. മലയാള സിനിമകളെയും തമിഴ് സിനിമകളെയും എല്ലാം തന്നെ കേരളത്തിൽ ആഘോഷിക്കുന്നുണ്ടെന്ന് അവർ ഈ തമിഴ് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു വളരെ വ്യത്യസ്തമായ ഒരു സിനിമ ഇറങ്ങിയാൽ മാത്രമേ അത് തമിഴിലോ തെലുങ്കിലോ ഒക്കെ ആഘോഷിക്കപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ ബോളിവുഡിലൊക്കെ ആകർഷിക്കപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ ഏത് സിനിമ വന്നാലും അവർ അത് ഏറ്റെടുക്കത്തൊന്നുമില്ല. എന്നാൽ തമിഴിലിറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരുടെയും സിനിമകൾ നമ്മൾ മലയാളി പ്രേക്ഷകർ ഇവിടെ ഏറ്റെടുത്ത് വിജയിപ്പിക്കാറുണ്ട്. തമിഴും തെലുങ്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഏറെക്കാലം കന്നഡ ഇൻഡസ്ട്രിയെക്കുറിച്ച് നമുക്ക് വലിയ പിടിപാടില്ലായിരുന്നെങ്കിലും KGFോടുകൂടി കന്നഡ ഇൻഡസ്ട്രിയും നമ്മളുടെ ആസ്വാദനത്തിൽ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്.